ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും, അടുത്ത 7 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക്. അത് റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി, അങ്ങനെ 3ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യം നമ്മളുടെ ഫിനാൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫിനാൻസ് ചാരിറ്റ്, പേജ് ഫണ്ട്സ്, Five of Wands, Justice, Queen of Cups. കരിയർ, ഫിനാൻസ് നോക്കാം. അത് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. 6 of Pentacles, 7 of Wands, 6 of Swords, 6 of Wands, 6 ആണല്ലോ എല്ലാം. 3 6 വന്നിട്ടുണ്ട്. Knight of Swords. ഇനി നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. King of Pentacles, Hierophant, 2 of Cup, Strength, Page of Cup. ബോട്ടം വന്നിട്ടുള്ളത് 9 of Wandsൻ്റെ എനർജിയാണ്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് നമുക്ക് കരിയർ, ഫിനാൻസിൽ ചാരിറ്റാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ചില യാത്രകൾ, ബിസിനസ് സംബന്ധമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ ഒക്കെ നിങ്ങൾ കാത്തിരുന്ന യാത്രകൾ ഈ ഒരു 1 വീക്കിൽ ചിലപ്പം അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും കേട്ടോ. ചിലപ്പം യാത്ര ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയും എന്നുള്ളതാണ്. ബിസിനസ്സിൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളതാണ്. ബിസിനസ് കൂടും. ചിലപ്പം വിഷു ആണല്ലോ, വിഷുവൊക്കെ സംബന്ധിച്ച് ഒരു നല്ലൊരു ആഴ്ച തന്നെ ആയിരിക്കും. നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ പേജ് ഫണ്ട്സിൻ്റെ എനർജിയാണ്. ജോലി സംബന്ധമായ പുതിയൊരു ഓഫർ നിങ്ങൾക്ക് വന്നേക്കാം, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കുന്ന എനർജി ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ജോലി മാറ്റം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ 5 of Wands ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ജോലി സ്ഥലത്ത് ചിലപ്പോൾ കുറേ മത്സരങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. നിങ്ങളെക്കാളും മുന്നേ കയറാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും നിങ്ങൾക്കിട്ട് പാര വയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, പെർഫോമൻസ് വൈസിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ, അപ്പോൾ അവർ ചിലപ്പം നിങ്ങൾക്കിട്ടൊരു കൊട്ട് തന്നിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കുറച്ചൊരു വളരെ വലുതല്ലെങ്കിലും ചെറിയൊരു മാനസിക സംഘർഷത്തിന് ഇടയാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു 1 വീക്കിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, അത് വലുതായിട്ട് കാണണ്ട. ജസ്റ്റിസ്, പക്ഷേ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ആരെന്തൊക്കെ ചെയ്തിരുന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്കാണ് നീതി ലഭിക്കാൻ പോണത്. അപ്പം ഈ ഒരു 1 വീക്കിൽ മാത്രം ചിലപ്പം മറ്റുള്ളവർക്ക് നിങ്ങളെക്കാളും മുന്നിട്ട് നിൽക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു 1 വീക്കിൻ്റെ അവസാനം, ചിലപ്പോൾ അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് നീതി ലഭിക്കും എന്തായാലും. അപ്പം ശരി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുമെന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ ക്ഷമയോടെ ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക്. മറ്റുള്ളവർ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് ഒരു
മറ്റുള്ളവരോടൊരു മത്സര ബുദ്ധിയൊന്നും തോന്നാതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരോടൊരു സഹിഷ്ണുതയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളോട് ആരെന്ത് ചെയ്താലും നിങ്ങൾ അത് അവരുടെ കർമ്മ നമുക്ക് ഇനി വാങ്ങി വെക്കേണ്ടെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഒരു സഹനത്തിൻ്റെ എനർജിയാണ്. സഹായിക്കേണ്ട ആൾക്കാർക്ക് നിങ്ങൾ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യും. അതാണ് കരിയർ ഫിനാൻസിൽ ഈ ഒരു 1 വീക്ക് നിങ്ങൾക്ക് വരാൻ പോണത്. അടുത്ത് റിലേഷൻഷിപ്പ് ആണ്. ഇതിൽ ഓവറോൾ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. വളരെ അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ഒരു 1 വീക്ക്. കാരണം 6 ആണ്. 6 എന്ന് പറയുന്നത് ശുക്രൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 വീക്ക് എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ വളരെയധികം അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ ഒക്കെ മാറ്റമായിരിക്കും. നിങ്ങളുടെ അപ്പിയറൻസിൽ മാറ്റം വരും, നല്ല അട്രാക്ഷൻ വരും എന്നാണ്. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു നമ്പറാണ് കേട്ടോ 6. ഈ പാസ്റ്റിൽ നിന്നും ആൾക്കാർ റീകണക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സെപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം ആ ഒരാൾ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടോ ആ ഒരു എഫേർട്ടുമായിട്ട് തിരിച്ച് അപ്പോൾ ആളിന് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്ര നല്ലതാണെന്ന്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. കാരണം ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരണം എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത എഫേർട്ടിനൊക്കെ ഫലം ഉണ്ടാകുന്നു. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ജെന്യൂനായിട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം ചിലപ്പോൾ ഇതിൽ കുറേ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ കടന്നായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാൻ പറ്റിയത്. കാരണം കുറേ എതിർപ്പുകളും കുറേ ആൾക്കാരുടെ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെപ്പറേറ്റഡ് ആയി പോയ ആൾക്കാരാണ്. പക്ഷെ കുറേ സ്ട്രഗിൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സ്റ്റിൽ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് വീണ്ടും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അത് ഒരു സ്ട്രഗിളൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊരു സ്ട്രഗിളിൻ്റെ കാർഡാണ്, കുറേ മത്സരത്തിൻ്റെ കാർഡാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 6 ഓഫ് സോഡ്സ് വരുമ്പം നിങ്ങൾ വേറൊരു തലത്തിലേക്ക് ഒരു ബന്ധം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. കുറച്ച് ഈ സ്ട്രഗിളിൽ നിന്നും ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം, നിങ്ങൾ സ്ഥലം മാറി പോകുന്നതായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയിലും സാഹചര്യത്തിലും ഒക്കെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് വരുന്നതും ആയിരിക്കാം കേട്ടോ. അപ്പം അതങ്ങനെയാണ്. പിന്നെ 6 ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ട്രാവലാണ്. വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ സ്ഥലം മാറി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ആ ഒരു ലവർ എത്തുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ, പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഭയങ്കര തൻ്റെടമായിരിക്കും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു പക്ഷിയുടെ വായിലൊരു വാളും ഉണ്ട്, ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മുന്നറിയിപ്പാണ് മറ്റുള്ളവർക്ക്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല, അല്ലെങ്കിൽ ഞാൻ നല്ല സ്ട്രെങ്താണ്, എനിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഭയങ്കര ഒരു തൻ്റെ ഇടം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം കുറേ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് വേണ്ടാന്ന് വെച്ച് വിട്ട് കളഞ്ഞത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചിലപ്പം ഈ ഒരു കണക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ലായിരിക്കാം. അത് നിങ്ങൾക്ക് എഴുതപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പ്രതിബന്ധങ്ങളൊക്കെ താൽക്കാലികമായിരുന്നു, ഇതാർക്കും നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ലെവല് കൂടുതലാണെന്നുള്ളതാണ് കാണുന്നത്.
അപ്പോൾ അതാണ് റിലേഷൻഷിപ്പിൽ വളരെ നല്ല മനോഹരമായ കുറേ നിമിഷങ്ങൾ നിങ്ങൾക്ക് കിട്ടാം ഈ ഒരു 1 വീക്കിൽ. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഉണ്ടാകാം. പിന്നെ കോൺഫിഡൻസും നിങ്ങൾക്ക് കൂടുതലുണ്ടാകാം, നല്ല അട്രാക്ഷൻ ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പോയിന്റ്. അപ്പം നിങ്ങൾ ശുക്രൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡ് സെറ്റിലും കൂടെ ഒരു മാറ്റം വരുത്തുക. അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റേണ്ടത്. നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച അതുപോലത്തെ ഒരു രൂപമോ ഭാവമോ ഒക്കെ ഉണ്ടാക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് വഴങ്ങുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഏറ്റവും നല്ലൊരു മെസ്സേജാണ് ഇതിനകത്ത് റിലേഷൻഷിപ്പിൽ കണ്ടത്. ഇനി സ്പിരിച്വാലിറ്റി, അതിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം വന്നത്. അപ്പം തന്നെ നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് നമ്മളിലേക്ക് വരുന്നു. ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു സ്ട്രോങ് കണക്ഷൻ. ഇത് കണ്ടില്ലേ, ഇത് ഒരു ഹാങ്ഡ് മാനിൻ്റെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇപ്പം ഇത് ഒരു പോത്തിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നെഗറ്റിവിറ്റി ഈ ഒരു സമയത്തുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആത്മധൈര്യം ഈ ഒരു സമയത്തുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമ്മളെപ്പോഴും നെർവസ് ആയിരിക്കുന്ന സമയത്താണ്, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളുടെ ഓറ ഭേദിച്ച് നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്നത്. ആദ്യം നമ്മുടെ ഓറയിലാണ് ഈ നെഗറ്റിവിറ്റി വരുന്നത്. അപ്പം നമുക്ക് ഈ പ്രാർത്ഥിക്കേണ്ടെന്നൊക്കെ തോന്നും, നമുക്ക് പ്രാർത്ഥിക്കേണ്ട, മെഡിറ്റേറ്റ് ചെയ്യേണ്ട, അമ്പലത്തിൽ പോകണ്ട, അല്ലെങ്കിൽ പള്ളിയിൽ പോകണ്ടെന്നൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ എന്ത് തരത്തിലുള്ള എനർജിയാണോ ഉള്ളത്, നെഗറ്റീവായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നാലും അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്ത് നിങ്ങൾ പ്രാർത്ഥനകളിലേക്ക് മുഴുകുക. പിന്നെ ഹൈറഫൻ്റെ എനർജിയാണ്. ഇതൊരു സ്പിരിച്വൽ ഗൈഡൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഹൈറഫൻ്റെ ഒരു ഗുരുവിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഈ ഒരു സമയം, ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കണം നിങ്ങൾക്ക് ഇത്ര ഒരു സ്ട്രെങ്ത് വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ബാലൻസാണ്, ഒരു യൂണിയനാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരവും ഒരു യൂണിയൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആത്മാവിന് എന്താണോ ആവശ്യം അത് ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സോളിൻ്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് രണ്ടായി പോയ ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ എനർജി കണക്റ്റ് ആകുന്നു, അത് ബാലൻസ് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത് ഇതിനകത്ത്. പിന്നെ സ്ട്രെങ്ത് ഉണ്ടാകുന്നു. സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ഒരു നല്ല സ്പിരിച്വൽ പേഴ്സൺ ആണ്. നിങ്ങളുടെ ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം എന്നുള്ളത് തിരിച്ചറിവ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നു. നമുക്ക് ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്കും ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹിഡൻ ആണത്, പക്ഷെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും നിങ്ങളത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഫസ്റ്റ് പടി എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു 1 അവറെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും മെഡിറ്റേഷനും വേണ്ടിയിട്ട് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ ചിലവഴിച്ച് നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകാൻ നോക്കുക. നമുക്ക് നമ്മളുടെ ആരാധനാമൂർത്തികളുമായിട്ട്, അത് ഏത് മതവിശ്വാസിയായാലും നമ്മളുടെ ആ ദൈവവുമായിട്ട് ശരിക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഹിഡൻ ആയിട്ടുള്ള പവർ നമുക്ക് തിരിച്ചറിയാൻ പറ്റണത്. അല്ലാതെ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തിരിച്ചറിയാനോ അതുകൊണ്ട് പ്രവർത്തിക്കാനോ ഒന്നും നമുക്ക് പറ്റൂല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ഇൻഡ്യൂഷൻ്റെ എനർജിയാണ്. സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഒരു തുടക്കമാണ്. ഈ ഒരു 1 വീക്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കും നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആരെയും ആശ്രയമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ചെയ്യാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നുള്ളതാണ്. അത് തുടരുക. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കേട്ടോ. കാരണം വിഷു ആണ്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലൊക്കെ മാറ്റം ഉണ്ടാവും.
ഈ ഒരാഴ്ചയാണ് വിഷു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ. ഈ ഒരു എനർജി നിങ്ങൾക്ക് എന്നും നിലനിർത്താൻ പറ്റട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.